നമസ്കാരം. എൻ്റെ പേര് സൂരജ. എൻ്റെ സ്വദേശം എറണാകുളത്താണ്. എറണാകുളത്ത് ചോറ്റാനിക്കര എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. നിലവിൽ ഇപ്പം തൃപ്പൂണിത്തുറയാണ് താമസിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു ഫീൽഡ് കലയാണെന്നുള്ളൊരു തിരിച്ചറിവുണ്ടായത് ശരിക്കും പറഞ്ഞാൽ പ്ലസ് ടു കാലഘട്ടത്തിന് ശേഷമായിരുന്നു. അവിടുന്ന് പ്ലസ് ടുവിന് ശേഷം BFA തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിൽ BFA ചേർന്നതുകൊണ്ടാണ് സത്യത്തിൽ ഇതിനെ വളരെ സീരിയസ് ആയിട്ട് കലയെ വളരെ സീരിയസ് ആയിട്ട് സമീപിക്കാൻ തുടങ്ങിയത്. പിന്നെ അതിനുശേഷം RLV കോളേജിൽ MFA ചെയ്തു. അവിടുന്ന് പിന്നെ എന്താ പറയുക, കുറച്ച് എക്സിബിഷനൊക്കെ ചെയ്യാനുള്ള അവസരം കിട്ടി. പ്രധാനമായിട്ടും ലളിതകലാ അക്കാദമിയുടെ ഷോയിലാണ് എനിക്ക് ആദ്യം സെലക്ഷൻ കിട്ടിയത്. സത്യം പറഞ്ഞാൽ ഈ കോളേജ് പഠനം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും എന്നുള്ളൊരു ഭയങ്കര ഒരു കൺഫ്യൂഷനിലിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു ഷോയിലേക്ക്, അതായത് ആനുവൽ ഷോ ചെയ്യാറുള്ളതിലേക്ക് എനിക്ക് സെലക്ഷൻ കിട്ടിയത്. അപ്പോൾ അത് ഭയങ്കര ഒരു ഇൻസ്പിറേഷനായിരുന്നു. അത് തുടർച്ചയായിട്ട് പിന്നെ ഒരു കുറച്ച് വർഷങ്ങൾ കിട്ടി. കഴിഞ്ഞ ലാസ്റ്റ് ഇയർ വരെ ഒരു സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ അവരുടെ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെ ശരിക്കും എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളെയൊക്കെ വളർത്തിയത് ലളിതകലാ അക്കാദമിയാണെന്നല്ലോ. ശരിക്കും അതിനോട് യോജിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സ്പേസ് ഞങ്ങൾക്ക് ഉണ്ട് എന്നുള്ളൊരു ഫീല് ഉണ്ടായത് അങ്ങനെയുള്ള കുറേ അവസരങ്ങൾ കിട്ടുന്നതുണ്ടായിരുന്നു. പിന്നെ 2013 ഹോണറബിൾ മെൻഷൻ കിട്ടിയിരുന്നു. 2017 സ്റ്റേറ്റ് അവാർഡും കിട്ടിയിരുന്നു ലളിതകലാ അക്കാദമിയുടെ. പിന്നെ 2014 ഞാൻ PG ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റുഡൻസ് ബിനാലയിൽ ഫസ്റ്റ്, ഇവിടെ കൊച്ചിയിലുണ്ടായിരുന്ന ഫസ്റ്റ് സ്റ്റുഡൻസ് ബിനാലയിൽ സെലക്ഷൻ കിട്ടി. അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നീട് ഇപ്പോൾ ആലപ്പുഴ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ സർക്കാരും കൊച്ചി മുസ്ലിംസ് ബിനാലെ ഫൗണ്ടേഷനും കൂടെ യോജിച്ച് ചെയ്യുന്ന ഒരു വലിയൊരു മേളയാണ്. അപ്പോൾ അതിൽ എനിക്കൊരു ഭാഗവാക്കാവാൻ സാധിച്ചു. പിന്നെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകളെന്ന് പറയുന്നത് ഒരു സ്ത്രീ എന്ന നിലയിൽ എൻ്റെ വ്യക്തിത്വത്തെ എങ്ങനെ, അത് ചുറ്റുപാടുള്ള എക്സ്പീരിയൻസ്, എനിക്കുണ്ടാകുന്ന അനുഭവങ്ങളും അനുഭൂതികളൊക്കെ ഞാൻ വരയ്ക്കാൻ ശ്രമിക്കുന്നു ഉള്ളതാണ് ഞാൻ ചെയ്യുന്നത്. മെയിനായിട്ട് ഞാൻ സ്ത്രീ ഫിഗർ തന്നെയാണ്, ഒരു ഹ്യൂമൻ ഫിഗർ, സ്ത്രീയുടെ ബോഡി വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. കാലഘട്ടത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഹ്യൂജ് വർക്കാണ് ചെയ്തത്. ഒരു 8 അടി വരുന്ന വർക്കുകളൊക്കെയായിരുന്നു വലിപ്പമുള്ളത്. പിന്നീട് സത്യം പറഞ്ഞാൽ കോളേജിൻ്റെ ആ ഒരു സ്പേസ്, കോളേജ് ടൈം കഴിഞ്ഞപ്പോൾ ആ ഒരു സ്പേസ് കുറഞ്ഞത് കാരണം, വീട്ടിൽ നിന്ന് ചെയ്യേണ്ടത് കാരണം വർക്കിൻ്റെ സൈസ് കുറഞ്ഞു. പക്ഷേ അതിൻ്റെ സ്വഭാവങ്ങളൊക്കെ ഒരുപാട് മാറി. ആ ട്രീറ്റ് ചെയ്യുന്ന രീതി കുറച്ചും കൂടെ ഹെയർ, മുടി അതിലൊരു പ്രധാന കഥാപാത്രമായിട്ടൊക്കെ കയറി വന്നിട്ടുണ്ട്. പിന്നീട് സത്യം പറഞ്ഞൊരു അടുത്തിടെ ഒരു ക്യാമ്പ് കിട്ടിയിരുന്നു ഗവിയിൽ, ലളിതകലാ അക്കാദമിയുടെ സ്റ്റേറ്റ് അവാർഡ് വിന്നേഴ്സിനുള്ളൊരു ക്യാമ്പ്. അതിൽ കിട്ടിയപ്പോഴാണ് കുറേ കാലത്തിന് ശേഷം ഒരു വലിയ വർക്ക് ചെയ്തത്, 4 അടിയൊക്കെ വരുന്നത്. അത് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. കാരണം കുറേ നാളായിട്ട് ചെറുതിൽ ചെയ്ത് അന്ന് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അങ്ങനെ വലുതിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഞാൻ എൻ്റെ വർക്കുകളുടെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന സത്യത്തിൽ എൻ്റെ ലൈഫ് തന്നെയാണ്. എൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ്, എൻ്റെ ചുറ്റുപാടിൽ അതായത് ചുറ്റുപാടുള്ള ആൾക്കാരിൽ നിന്നുണ്ടാകുന്ന അനുഭവങ്ങൾ, അത് എനിക്കെങ്ങനെ ഫീൽ ചെയ്യുന്നു, എനിക്കെങ്ങനെ അനുഭവിക്കുന്നു, ആ ഒരു ഇതിൽ നിന്നാണ് ഞാൻ എൻ്റെ അത്ര ഒരു തോട്ട് പ്രോസസ്സിൽ നിന്നാണ് എൻ്റെ വർക്കുകളൊക്കെ ഉണ്ടാകുന്നത്. അതായത് ഇപ്പം ഒരു സ്ത്രീ ശരീരത്തിന് ഉടമ എന്ന നിലയിൽ പൊതുസമൂഹത്തിൽ നിന്നുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ചെറുപ്പം മുതലേ കേൾക്കുന്ന, ഇപ്പോൾ ആണെങ്കിൽ മുടി വളർത്തണം, അങ്ങനെ കുറച്ചൊരു സൗന്ദര്യത്തിൻ്റെ ഒരു കൺസെപ്റ്റൊക്കെ ഉണ്ട്. അപ്പം അത്തരത്തിൽ കാര്യത്തെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിലൂടെയാണ് ഞാൻ ആദ്യം തുടക്കത്തിലെ വർക്കൊക്കെ വരുന്നത്. അതായത് എനിക്ക് മുട്ടയടിക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് സാധിക്കാത്തൊരവസ്ഥ, നമ്മൾക്ക് അതിനെ എതിർക്കാൻ കുറച്ച് പേര് അങ്ങനെ വേണ്ട എന്നുള്ളത്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ വർക്ക് ചെയ്ത് അതായിരുന്നു സ്റ്റുഡൻസ് ബിനാലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് മുട്ടത്തലകളുള്ള ഒരു 10 പീസ് ആയിട്ടുള്ള. അപ്പോൾ പിന്നീട് എന്താ പറയുക, അതുപോലെ ചെറിയ ചെറിയ എക്സ്പീരിയൻസ് ആണെങ്കിലും അതിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങൾ. പിന്നെ ഇപ്പം മാരേജ് കഴിഞ്ഞു, അപ്പം അതിൽ അങ്ങനെ പിന്നെ ഇപ്പം മോനുണ്ടായി. അപ്പം ഒരു മദർഹുഡ് എന്നുള്ളതിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ്. നിറങ്ങളുടെ കാര്യം പറയുമ്പം
സ്റ്റാർട്ടിങ് ഞാൻ BFA ചേർന്ന സമയത്ത് ഗ്രീൻ കളറായിരുന്നു മെയിനായിട്ട് ഉപയോഗിച്ചത്. പ്ലെയിൻ ഗ്രീൻ കളർ, അതിൽ ഫിഗർ ആണെങ്കിലും ഗ്രീൻ തന്നെയാണ്, അതായത് മോണോക്രോം ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ചെയ്ത വർക്കുകളിൽ എനിക്കൊന്ന് കുറച്ചും കൂടി ഒരു ഡിം കളറായിട്ട് വന്നു, ഒരു യെല്ലോ ഒക്കറിൻ്റെ ഒരു ഇതാണ് വന്നത്. അതായത് പെൻ വർക്കും മുടിയൊക്കെ വർക്കിലേക്ക് വന്ന സമയത്തൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഒരു യെല്ലോ ഒക്കറിൻ്റെ ഒരു അധികമായിരുന്നു. ഇപ്പം ഞാൻ കുറച്ചുകൂടെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ 2008 BFAക്ക് ചേർന്ന് ഇപ്പോൾ ഇതുവരെ MFA BFA MFA ഒക്കെ കഴിഞ്ഞ് ഇതുവരെ നിൽക്കുമ്പോൾ എൻ്റെ കഴിഞ്ഞ കാലങ്ങൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് നോക്കുമ്പോൾ അതിൽ ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയ അവസരങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ്. അതിലെനിക്ക് ഡിഗ്രി കഴിഞ്ഞ് കോളേജിൽ തന്നെ ഒരു ഷോ, ആദ്യം നടത്തിയ ഷോ അതാണ്, കോളേജിൽ തന്നെ 4th ഇയറിൽ നടത്തിയൊരു ഷോ. അതിനുശേഷം പിറ്റേ വർഷം മുതൽ ഞാൻ അക്കാദമിക്ക് വർക്കുകൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 2013 എൻ്റെ വർക്ക് സെലക്ഷൻ കിട്ടി, അതിന് ഒരു ഹോണറബിൾ മെൻഷൻ അവാർഡും കിട്ടി. അത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. കാരണം കോളേജ് പഠനം കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത്, ഭയങ്കര സ്തബ്ധയായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് അക്കാദമിയുടെ ഒരു സെലക്ഷൻ കിട്ടുക എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അത് കൂടുതൽ പ്രചോദനം നൽകി. പിന്നീട് അങ്ങോട്ട് സത്യം പറഞ്ഞാൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഊർജ്ജം തന്നെയായിരുന്നു. അതിനുശേഷം പിന്നെ PG ചെയ്തു. PG സമയത്തും അതേ തുടർച്ചയായിട്ട് പിന്നീട് അക്കാദമിയുടെ ഷോയ്ക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ 2015 നാഷണൽ എക്സിബിഷനിലും സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ലളിതകല അക്കാദമിയുടെ. പിന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ നമുക്ക് അവസരങ്ങൾ ഇങ്ങനെ തേടിപ്പിടിക്കാൻ അങ്ങനെയൊന്നും പറ്റില്ല. അപ്പം എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് പറയുകയാണ്. അപ്പം പക്ഷേ അക്കാദമി നൽകിയ അവസരങ്ങൾ അത് വളരെ വലുതാണ്. ഈ എക്സിബിഷന് കിട്ടിയ അവസരങ്ങൾ മാത്രമല്ല, കുറച്ച് ക്യാമ്പുകളും കിട്ടിയിട്ടുണ്ടായിരുന്നു. 4-5 ക്യാമ്പുകൾ അക്കാദമിയുടെ വകയുള്ള ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. എന്നെ സംബന്ധിച്ച് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ, എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ പോലെ, ഞങ്ങളെ വളർത്തിയത് അക്കാദമിയാണ്, ലളിതകല അക്കാദമിയാണ് എന്ന് പറയുന്നതിനോട് ഞാൻ സത്യത്തിൽ 100% യോജിക്കുന്നുണ്ട്. അപ്പം ശരിക്കും ഭയങ്കരമായിട്ട് ഇൻസ്പിറേഷൻ ആയിരുന്നു. കാരണം നമ്മൾ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത്. ഇനി അടുത്ത ഷോയ്ക്ക് അയക്കണം, ആ രീതിയിൽ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. അപ്പം സർക്കാരും അക്കാദമി എല്ലാവരും യോജിച്ച് ചെയ്യുന്ന